ശരി, അത് ഒന്ന് ദയവായി ടെലിഫോൺ മാക്സിമം ലൈനിൽ തുടരുക. പ്രകാരം ഫാദർ ജോഷി മയ്യാറ്റിൽ, അപ്പോൾ അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവ് പറ്റിക്കുകയായിരുന്നോ ചെയ്തത്? ഫാദർ ജോഷി മയ്യാറ്റിൽ, KS ഹംസ പറഞ്ഞതിൽ എന്തെങ്കിലും ആ, ഇവിടെ നമ്മൾ ചർച്ച നടത്തിയപ്പോൾ തന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണിത്. 97 വെച്ചിട്ട് ഈ സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 97 വായിക്കുന്നത് ഒറ്റപ്പെട്ട വായനയല്ല. 96 വായിച്ചിട്ട് വേണം 97 വായിക്കാൻ. കാരണം 96 അതാണ് 96 വായിക്കണം. 96 വായിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ 97 വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറയാം. അന്ന് ഞാൻ ഈ ചാനലിലിരുന്ന്, മഞ്ജുഷ തന്നെയായിരുന്നു അന്ന് ചർച്ചയിൽ വന്നത്, ഈ ചാനലിൽ നിന്ന് പറഞ്ഞതാണ് ഇത് തട്ടിപ്പാണ് എന്ന് അന്ന് പറഞ്ഞതാണ്. ഇത് തട്ടിപ്പാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്, തട്ടിപ്പാണെന്ന് തുടക്കത്തിലെ പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്ന് അദ്ദേഹം ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞതും വലിയ തട്ടിപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സില്ല എന്നാണ്. 10 മിനിറ്റ് കൊണ്ടുള്ള പരിഹാരം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരത്തിന് അദ്ദേഹത്തിന് മനസ്സില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നം താങ്കൾ കാണുന്നുണ്ടോ? ശ്രീ KS ഹംസ പറഞ്ഞത് സമയമുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞില്ല സമയം നീട്ടി കിട്ടിയതെന്ന്. അതിലെന്തെങ്കിലും തിടുക്കം വന്നിട്ടുണ്ടോ ഫാദർ ജോഷി മയ്യാറ്റിൽ? നോക്കൂ, ഇത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. പോർട്ടലിൽ ചേർക്കുക എന്നുള്ളത് അമെന്റ്മെന്റ് ആക്ടിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. 3B. ആ 3B അനുസരിച്ച് പോർട്ടല് ഡാറ്റാബേസിൽ സംഗതികൾ കയറ്റണം. അത് 6 മാസത്തിനുള്ളിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കയറ്റുക എന്നുള്ളത് വഖഫ് ബോർഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതല്ല, ഇതിനു മുൻപേ തന്നെ വഖഫ് ബോർഡിന്റെ പ്രൊസീജിയർ അത് തെറ്റായിരുന്നു. പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇത് ഈ ഭൂമി ഒരിക്കലും വഖഫാകുകയില്ല. വഖഫാകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. നേരത്തെ ശ്രീ മുജീബ് റഹ്മാൻ 1950 കഥ പറഞ്ഞു. സിദ്ദിഖ് സേട്ടുവിന്റെ കഥ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാട്ടഭൂമി സിദ്ദിഖ് സേട്ടുവിന്റേതായത് എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ സമയത്ത് പുറത്തു വന്ന ഡോക്യുമെന്റുകൾ, ആ ഡോക്യുമെന്റുകൾ എന്താണ് പറയുന്നത്? സിദ്ദിഖ് സേട്ടു ഒരു തട്ടിപ്പുകാരനായിരുന്നു എന്നുള്ള തെളിവുകളാണ് അന്ന് പുറത്തു വന്നിട്ടുള്ള ഡോക്യുമെന്റുകൾ. അസംബന്ധം പറയരുത്, വെറുതെ അസംബന്ധം സംസാരിക്കരുത്. എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ സംസാരിക്കരുത്. ശരി, ശ്രീ KS ഹംസ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. ശ്രീ KS ഹംസ, ഇത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തുന്നതിന് നന്ദി ശ്രീ KS ഹംസ. ശരി, ഫാദർ. യെസ്, തുടരാമോ? പറഞ്ഞോളൂ. ശരി, മഞ്ജുഷെ, സിദ്ദിഖ് സേട്ടുവിന് എങ്ങനെ ആമിന എന്ന 11 വയസ്സുകാരിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നിയമപരമായി തന്റെ വസ്തുക്കൾ തന്റെ ബാപ്പയുടെ വസ്തുക്കൾ തനിക്ക് വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കാൻ അവകാശമുള്ള സമയത്ത് 1950 എങ്ങനെയാണ് നൈയാമികമായ സങ്കീർണതകൾക്ക് സാധ്യതയുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ഭൂമി വഖഫ് ചെയ്യാൻ കഴിയുന്നത്? 2, അവിടെ ആളുകൾ താമസിക്കുന്നു. 50കളിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അതിന് മുൻപേ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ താമസിക്കുന്നിടത്ത് എങ്ങനെയാണ് ആ വസ്തുവിനെ വഖഫ് ചെയ്യാൻ കഴിയുന്നത്? ഇനി വഖഫ് എന്നുള്ളൊരു വാക്ക് എഴുതിയത് കൊണ്ട് വഖഫ് ആകില്ല എന്ന് സുപ്രീം കോടതികൾ പറഞ്ഞിട്ടുള്ള വിധികൾ പിന്നെ എവിടെ പോകും? ശരിയാണ്, അതിപ്പോഴും വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, KS ഹംസ വഖഫ് ബോർഡിന്റെ ചെയർമാൻ തന്നെ പറഞ്ഞത് നിലവിലെ അവസ്ഥയിൽ ഈ വഖഫ് ബോർഡിന്റെ തീരുമാനം ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ്. അതിനി അങ്ങോട്ട് ചിലപ്പോൾ കോടതി വ്യവഹാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു തീരുമാനങ്ങളിലൂടെയോ വഖഫ് അല്ലാതായി മാറുവാനും സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ശ്രീ N ശ്രീകുമാർ, ഇവിടെ എങ്ങനെ സർക്കാരിനൊരു തീരുമാനമെടുക്കാം എന്നതിൽ ഒരു സത്യസന്ധമായ നിലപാടില്ല കേട്ടോ. എന്താണ് അതിനുള്ള ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ സെക്ഷൻ 97 അനുസരിച്ച് ഞങ്ങളൊരു തീരുമാനം എടുപ്പിക്കുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞതിന്റെ സത്യസന്ധത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു ചോദ്യം ചെയ്യപ്പെടലുമില്ല. ഫാദറിന് മുഖ്യമന്ത്രിയെ വിശ്വാസം ഇല്ലെങ്കിൽ ഫാദറിന്റെ വിശ്വാസം അവിടെ നിൽക്കട്ടെ. വൈപ്പിനിലത്തെ ജനങ്ങൾ, വൈപ്പിനിൽ പെട്ടതാണല്ലോ മുനമ്പം, അവിടുത്തെ ജനങ്ങൾ എന്തായാലും UDF വിജയിപ്പിച്ചിട്ടുണ്ട്. ആ പഞ്ചായത്തിലെ ഏതൊരു ബന്ധപ്പെട്ട വാർഡില് UDF ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതും വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അതായത് ഇപ്പൊ KS ഹംസ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വഖഫ് ബോർഡിന്റെ അപ്ലോഡിങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ പേര് ഞാൻ പേര് പിടിച്ചു തോന്നുന്നില്ല, അത് അവരുടെ ഡ്യൂട്ടിയാണെന്നാണ് ഫാദർ പറയുന്നത്.
പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകുന്നതിൽ ഫാദറിന് വിശ്വാസമില്ല. വഖഫ് ബോർഡ് ചെയ്തത് അവരുടെ ഡ്യൂട്ടി, അതോടെ നിൽക്കട്ടെ. പിന്നെ ഇത് മെയ് 17 വരെ ഇതിന് കാത്തിരുന്നു. മെയ് 18-നാണ് സത്യപ്രതിജ്ഞ. അപ്പൊ ഒരു ദിവസം കൂടെ കാത്തിരിക്കായിരുന്നല്ലോ. എന്നിട്ട് ഒരു മാസം നീട്ടി കിട്ടിയത് പിന്നീടാണ് അറിയുന്നതെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത്. ഇതാണ് രാഷ്ട്രീയം. അതായത് UDF അധികാരത്തിൽ വരുന്നതിന്റെ തലേന്ന് ഇത് അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ രജിസ്റ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്ലോഡ് ചെയ്തു. UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തിനാ കാത്തിരുന്നേ? ഒരു എന്തായാലും നീട്ടി കിട്ടിയില്ല, വേണ്ട ചെയ്തില്ല. UDF ഗവൺമെന്റിനല്ലേ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് സത്യപ്രതിജ്ഞ മെയ് 18-ാം തീയതി സർക്കാരിന്റെ കാലത്ത് അപ്ലോഡ് ചെയ്തു എന്നുള്ള അപഖ്യാതി കേൾക്കേണ്ടി വന്നേനെ. UDF കേൾക്കില്ലല്ലോ. വഖഫ് ബോർഡ് രാഷ്ട്രീയ നിയമനം വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ UDF സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് എതിർ തീരുമാനം എടുപ്പിക്കണമായിരുന്നു. മറ്റുള്ളവരൊക്കെ പറയുമ്പോ മഞ്ജുഷ കേട്ടിരുന്നല്ലോ. ഞാൻ ഈ സർക്കാരിനെ കുറിച്ച് സത്യസന്ധമായ കാര്യം പറയുമ്പോ അത് തടസ്സപ്പെടുത്തല്ലേ. ഞാനൊന്ന് പറയട്ടെ, ബാക്കി എല്ലാരും പറയുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നല്ലോ. ഞാനൊന്ന് പറയട്ടെ. അതായത് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ശ്രീജിത്ത് അത് ചോദിച്ചു, എന്താണ് ആക്ഷൻ പ്ലാൻ? ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഏതൊരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഈ വിവരം നമ്മളിൽ നിന്ന് അറിയുന്ന മിനിഞ്ഞാന്നോ 4-ാം തീയതി വഖഫിലേക്ക് അപ്ലോഡ് ചെയ്ത കാര്യം രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്ന അപ്ലോഡ് എന്തായാലും കാര്യം ഒന്ന് തന്നെ. അപ്പൊ അതിങ്ങനെ ഇത്രയും ട്രിബ്യൂണലിന്റെ കാലാവധി കഴിയുന്നത് 19-ാം തീയതി. അപ്പൊ ഇനി പുതിയ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന നൂലാമാലകൾ എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സമയം കൊടുക്കുക. അദ്ദേഹത്തെ വിശ്വാസമില്ല എന്ന് ഫാദർ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പൊ ഫാദറിന് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ അതെനിക്കറിയില്ല. ഏതായാലും വൈപ്പിലെ ജനങ്ങൾ, മുനമ്പത്തെ ജനങ്ങൾക്ക് UDF-ൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതിൽ അവർ വിശ്വസിക്കും. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. അത് പരിഹരിക്കാനുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊരു പത്രസമ്മേളനത്തിൽ സത്യസന്ധമായി പത്രലേഖകരോട് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. അതെ, അല്ലാതെ മിണ്ടാതെ എണീറ്റ് പോവുകയല്ല ചെയ്തത്. മുഖ്യമന്ത്രിയെ കണ്ടത് കേട്ടില്ല. മുൻ മുഖ്യമന്ത്രിയെ പോലെയല്ല VD സതീശൻ അത് കൃത്യമായിട്ട് കൃത്യമായ കാര്യം പറഞ്ഞു. അങ്ങനെ കൃത്യമായ കാര്യം പറയാത്തൊരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇവിടുത്തെ ചിലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ ഞാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. വഖഫ് ബോർഡ് മെയ് 17 വരെ കാത്തിട്ട് മെയ് 16 വരെ കാത്തിരുന്നിട്ട് 17-ന് അപ്ലോഡ് ചെയ്തു. 18-ന് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. അത് മാത്രമല്ല 19-ന് ട്രിബ്യൂണലിന്റെ എന്തോ ഒരു കാലാവധിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഭൂമി വഖഫ് അല്ലെന്ന് പറഞ്ഞ ഒരാളാണ് മുഖ്യമന്ത്രി. ഈ ഭൂമി വഖഫ് ആണെന്ന് പറഞ്ഞ ഒരാളാണ് CPM. ആ CPM-ന്റെ നോമിനിയാണ് ഹംസ. ആ CPM-ന്റെ കാലത്താണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. ആ വഖഫ് ബോർഡാണ് സത്യപ്രതിജ്ഞയുടെ തലേന്ന് ഈ 8-ന്റെ പണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ സംശയം തീർന്നോ? ഭരണകാലത്തുണ്ടായിരുന്ന വഖഫ് ബോർഡാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അല്ല, വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞവരിൽ UDF-ന്റെ ഭരണകാലത്തുള്ള വഖഫ് ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം തുടർ വഖഫ് ബോർഡുകൾ. ശരി, ഈ പ്രശ്നം എന്താ ഉണ്ടായത്? ഇത് നമ്മൾ പഴയകാല ചരിത്രമാണെന്ന് കാര്യമില്ല. ലീഗിന്റെ നിലപാട് UDF-ലെ പ്രമുഖരായ ലീഗിന്റെ നിലപാട്, പരസ്യമായ നിലപാട് ഇത് വഖഫ് ഭൂമി തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കില്ല, അവരെ ഇറക്കി വിടില്ല എന്നുള്ള നിലപാടാണ് ലീഗ് എടുത്തത്. ശരി, ശ്രീജിത്ത് പണിക്കർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.